നമ്മൾ നേരെ നിയമസഭയിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ദിവസത്തേതുപോലെ പതിവ് പോലെ ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിപക്ഷ പ്രതിഷേധവും അവിടെ ആരംഭിച്ചിട്ടുണ്ട്. തത്സമയം KRDCL-നും നൽകിയിട്ടുണ്ട്. കൂടാതെ 39 റെയിൽവേ മേൽപ്പാലങ്ങൾ, അടിപ്പാതകൾ, 100% റെയിൽവേ ഫണ്ടിങ്ങിന് അനുമതി ലഭ്യമാക്കിയിട്ടുള്ളതും ഇവയുടെ നിർമ്മാണ ചുമതല 26/3/2025 തീയതിയിലെ സർക്കാർ ഉത്തരവ് പ്രകാരം KRDCL-ന് നൽകിയിട്ടുള്ളതുമാണ്. ഈ സർക്കാരിൻ്റെ കാലത്ത് RBDCK നിർവഹണ ചുമതലയുള്ള 8 റെയിൽവേ മേൽപ്പാലങ്ങളുടെയും ബ്രിഡ്ജസ് വിഭാഗത്തിൻ്റെ ചുമതലയുള്ള ഒരു മേൽപ്പാലത്തിൻ്റെയും KRDCL-ന് നിർവഹണ ചുമതലയുള്ള ഒരു റെയിൽവേ അടിപ്പാതയുടെയും നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിന്റെ വിശദവിവരം അനുബന്ധമായി ചേർക്കുന്നുണ്ട്. ബി, നിലവിൽ 24 റെയിൽവേ മേൽപ്പാലങ്ങളുടെ പ്രവർത്തികൾ പുരോഗമിക്കുന്നുണ്ട്. RBDCK 10, KRDCL 13, PWD ദേശീയപാത വിഭാഗം 1. വിവരങ്ങൾ അനുബന്ധം ബി. KRDCL-ന് നിർവഹണ ചുമതലയുള്ള എല്ലാ റെയിൽവേ മേൽപ്പാലങ്ങളുടെയും റെയിൽവേ ലൈനിന് മുകളിലുള്ള ഭാഗം ഉൾപ്പെടെ മുഴുവൻ നിർമ്മാണത്തിനുമുള്ള അനുമതി കിട്ടിയിട്ടുണ്ട്. RBDCK നിർവഹണ ഏജൻസിയായിട്ടുള്ള റെയിൽവേ മേൽപ്പാലങ്ങളിൽ ഒട്ടുമിക്ക പദ്ധതികളിലും റെയിൽവേ ലൈനിന് മുകളിലുള്ള പാലം റെയിൽവേയാണ് നിർമ്മിക്കുന്നത്. പ്രവർത്തികൾ പുരോഗമിക്കുന്ന ചില സ്ഥലങ്ങളിൽ കാലതാമസം നേരിട്ടിട്ടുണ്ട്. റെയിൽവേയുമായി സഹകരിച്ച് ഇപ്പോൾ മിക്കവാറും സ്ഥലങ്ങളിലും വലിയ തടസ്സങ്ങളില്ലാത്ത രീതിയിൽ പ്രവൃത്തി പുരോഗമിക്കുന്നുണ്ട്. കാലതാമസം ഒഴിവാക്കുന്നതിനായി നിലവിൽ ഏറ്റെടുത്തിട്ടുള്ള ചില പദ്ധതികളിൽ റെയിൽവേ ഭാഗം ഉൾപ്പെടെയുള്ള മേൽപ്പാലം നിർമ്മാണം RBDCK ഏറ്റെടുത്ത് നടത്തുന്നുമുണ്ട്. അതിൻ്റെ വിശദ വിവരങ്ങൾ അനുബന്ധ സി ആയി ചേർക്കുന്നു സാർ. ഡി, ഭരണാനുമതി ലഭിച്ച് പ്രവൃത്തി ആരംഭിക്കേണ്ട റെയിൽവേ മേൽപ്പാലങ്ങളുടെ വിശദ വിവരങ്ങൾ അനുബന്ധം ഡി ആയി ചേർക്കുന്നു സാർ. സാർ, സാധാരണ ഞാൻ ടേബിൾ ചെയ്യലാണ്, പ്രത്യേക സാഹചര്യത്തിൽ ഒന്ന് വായിക്കണം എന്നുള്ളത് കൊണ്ടാണ് പൂർണ്ണമായും വായിച്ചത്. താങ്ക് യു. ശ്രീ എം വിജയൻ. സർ, SIT അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും നിരന്തരമായി നുണകൾ പ്രചരിപ്പിച്ച് ചോദ്യോത്തരവേള തന്നെ തടസ്സപ്പെടുത്തുന്ന ജനാധിപത്യ വിരുദ്ധ സമീപനമാണ് സർ പ്രതിപക്ഷം സഭയിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സർ, സംസ്ഥാനത്ത് റെയിൽവേ ഓവർ ബ്രിഡ്ജുകൾ, നമ്മുടെ ഗവൺമെൻറ് റെയിൽവേ മേൽപ്പാലങ്ങളിൽ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയിൽ വളരെ മാതൃകാപരമായ ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർ, റെയിൽവേ ഓവർ ബ്രിഡ്ജുകളുടെ നിർമ്മാണത്തിനായി സംസ്ഥാന സർക്കാർ ഇതുവരെ എത്ര തുകയാണ് അനുവദിച്ചിട്ടുള്ളതെന്ന് വിശദീകരിക്കാം. മിനിസ്റ്റർ. സർ, സംസ്ഥാനത്ത് റെയിൽവേ ഓവർബ്രിഡ്ജുകളുടെ നിർമ്മാണത്തിനായി സംസ്ഥാന സർക്കാർ എല്ലാ നിലയിലും ഇടപെടൽ നടത്തുന്നുണ്ട്. സർ, കിഫ്ബി പദ്ധതി, പൊതുമരാമത്ത് പദ്ധതികൾ എന്നിവയിൽ ഉൾപ്പെടുത്തി 70 ROBകളുടെ നിർമ്മാണത്തിന് ഇതുവരെയായി 2403 കോടി 42 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. സർ, കണ്ണൂർ വേങ്ങര റെയിൽവേ ഓവർബ്രിഡ്ജിന് കിഫ്ബി വഴി 20 കോടി 84 ലക്ഷം രൂപയും, തിരൂർ ROB പൂർത്തീകരണത്തിന് ബ്രിഡ്ജസ് വിഭാഗത്തിന് 3 കോടി 95 ലക്ഷം രൂപയും, പൊന്മുണ്ടം ബൈപ്പാസ് ROB പൂർത്തീകരണത്തിന് 33 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. സർ, ഇതിൽ